എക്യുമെനിസം നല്ലതാണ്, പക്ഷേ അത് ആരാധനക്രമത്തിൽ കൂട്ടിക്കലർത്തരുത്. ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം. സ്നേഹിതരെ, കഴിഞ്ഞ 2 വർഷം മുമ്പ് വടവുകോട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് ഒരു വിവാഹം ആശീർവദിക്കപ്പെടുകയുണ്ടായി. വരൻ ഓർത്തഡോക്സ് സഭ വിശ്വാസിയാണ്. വധു ആകട്ടെ സിറോ മലബാർ സഭയുടെ ഇരുമ്പനം ഇടവക അംഗമാണ്. അവർ തമ്മിൽ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾക്കും ഭരണഘടനയ്ക്കും അനുസൃതമായി ഒരു വിവാഹത്തിന് തീരുമാനമെടുത്ത് നടപ്പിലാക്കുക എന്നുള്ളത് ശിക്ഷാർഹമല്ല. അതുകൊണ്ട് തന്നെ അത് വിലയുള്ളതാണ്. എന്നാൽ സിറോ മലബാർ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിൽ കൗദാശിക സ്വീകരണത്തിനുള്ള ധാരണ ഒപ്പുവെക്കപ്പെടുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. എന്റെ ഓർമ്മയിൽ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പരിസരത്തുണ്ടായിരുന്ന ഒരു കത്തോലിക്ക യുവതി ഒരു ഓർത്തഡോക്സ് സഭാംഗവുമായി വിവാഹം നടത്തിയതിന്റെ പേരിൽ മാതാപിതാക്കൾക്ക് ഏതാണ്ട് 1 മാസത്തെ കൂദാശ വിലക്കും അതിൽ അവസാനത്തെ ഞായറാഴ്ച കുരിശു പിടിച്ചുകൊണ്ട് ബലിയർപ്പിക്കണം എന്ന ഒരു ശിക്ഷയും നടപ്പിലാക്കിയതായി ഓർമ്മയുണ്ട്. അത് കാലങ്ങൾ മുമ്പുള്ള ഒരു കാര്യമാണ്. കാലിക സാഹചര്യത്തിൽ എക്യുമെനിസം വളർന്നിരിക്കുന്നത് കൊണ്ട് അത്തരം ഒരു ശിക്ഷാ നടപടിയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നതാണ് എന്റെ ചിന്ത. പക്ഷേ കൂദാശകൾ പരികർമ്മം ചെയ്തതിന് ചില നിയമനിഷ്ഠകൾ പുരോഹിതന്മാർ പാലിക്കേണ്ടതുണ്ട്. ഇരുമ്പനം സിറോ മലബാർ ഇടവകയുടെ വികാരിയായ കുരുവിള മരോട്ടിക്കൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് ഈ വിവാഹത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, അവിടെ മദ്ബഹയിൽ പ്രവേശിച്ച് എന്തായാലും ഓർത്തഡോക്സുകാർക്ക് വിവരം ഉള്ളവരായിരുന്നുകൊണ്ടും യഥാർത്ഥ പാരമ്പര്യ ആചാര അനുഷ്ഠാനങ്ങൾ കൂദാശ കാര്യങ്ങളിൽ നിർബന്ധിതമായി നിലനിൽക്കുന്നവരും ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു ഉറാല പോലും കൊടുത്തില്ല എന്നുള്ളത് അവരുടെ യോഗ്യതയും ശ്രേഷ്ഠതയുമാണ്. പക്ഷേ ഇദ്ദേഹം അവിടെ പോയി നിന്നു. സാധാരണഗതിയിൽ വർഗീയാധിഷ്ഠിത സങ്കര ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നവരായതുകൊണ്ട് വിശുദ്ധ കുർബാനയെ മനുഷ്യന്റെ ശരീരത്തിന്റെ ചില പ്രത്യേക ഭാഗങ്ങൾ ചേർത്ത് പറയുന്ന ഒരു പ്രവണത ഇവിടെയുണ്ട്. പണ്ട് കേരള നിയമസഭയിൽ ജോസഫ് ചാഴികാടൻ എന്ന് പറയുന്ന ഒരു MLA ഉണ്ടായിരുന്നു. EMSന്റെ മന്ത്രിസഭ അധികാരത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നിയമസഭയിൽ ഒരു വാദം ഉന്നയിക്കുകയുണ്ടായി. KSRTCയുമായി ബന്ധപ്പെട്ടതാണ്. KSRTC ബസ്സിൽ ഇരുന്നുകൊണ്ട് യാത്ര ചെയ്യുന്നവന്റെ ചിരിക്കുന്നിടം നിൽക്കുന്നവന്റെ ഇരിക്കുന്നിടത്ത് പോയി മുട്ടും. അതായിരുന്നു അദ്ദേഹത്തിന്റെ അവതരണം. പണ്ടേ ഹാസ്യാത്മക അവതരണത്തിൽ പ്രാഗൽഭ്യമുള്ള വ്യക്തിയായിരുന്നല്ലോ അദ്ദേഹം. എന്ന് പറഞ്ഞ പോലെ മനുഷ്യന്റെ ഇരിക്കുന്ന പ്രദേശത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് കുർബാനയെ വിളിക്കുന്ന വിവരദോഷികളാണ് ഈ രൂപതയിലുള്ളതെന്ന് എനിക്കറിയാം. എന്നാൽ അങ്ങനെ നിങ്ങളാൽ ആക്ഷേപിക്കപ്പെടുന്ന ഒരു കുർബാനയിൽ ഇദ്ദേഹം പോയി നിന്നതിന്റെ സാങ്കത്യം എന്ന് ഒന്നറിയുന്നത് നല്ലതാണ്. ഏതോ ഒരു പുസ്തകമെടുത്ത് ഏതോ ഒരു പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്നത് കണ്ടു. അതായത് ഈ മരോട്ടിക്കൽ അച്ഛൻ മരോട്ടിക്ക തിന്ന കാക്കയെ പോലെ അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു. വായിച്ചത് അദ്ദേഹത്തിന് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. കാരണം പാരമ്പര്യാധിഷ്ഠിതമായ ആചാരത്തിൽ ഉറച്ചു നിൽക്കുന്നവരായതുകൊണ്ട് അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇച്ചിരി പരിചയം വേണം. അന്ത്യോക്യൻ പാരമ്പര്യ ശൈലിയിലാണ്. ഇത് ഇദ്ദേഹത്തിന് പഥ്യമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എന്തൊക്കെയോ വായിച്ചു കൂട്ടുകയും ചെയ്തു. ഇത് പരസ്യമായ ഒരു രഹസ്യമാണ്. ഇനിയും എനിക്ക് പറയാനുള്ളത്, ഇവർ ആക്ഷേപിക്കുന്ന മ്ലേച്ഛമായ തരത്തിൽ എന്ന് അവർ കണക്ക് കൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുർബാനയിൽ പങ്കെടുക്കാൻ ഇവറ്റകൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കേണ്ടതുണ്ട്. സ്വന്തം രൂപതയിലും സ്വന്തം ഇടവകയിലും
അൾത്താരാഗ്രഹം ബലിയർപ്പിക്കാൻ തയ്യാറല്ലാത്ത ഇവർ അവിടെ പോയി പങ്കെടുത്തിരിക്കുന്നു. ഈ വധുവിന്റെ മനസ്സമ്മതം നേരത്തെ ഇളംകുളം പള്ളിയിൽ വെച്ച് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഓർത്തഡോക്സ് സഭയിൽ അങ്ങനെ ഒരു ഏർപ്പാടില്ല. എങ്കിലും വിവാഹത്തിന് മുമ്പ് വീണ്ടും അവർ ഈ മനസ്സമ്മതം ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരേ കാര്യം രണ്ടു തവണ. അതിന് ഇദ്ദേഹം കൂട്ടുനിൽക്കുകയാണ്, സാക്ഷിയായി മാറുകയാണ്. ഇത് ഗുരുതരമായ ചട്ടലംഘനം തന്നെയാണ്. എന്തായാലും അങ്ങോട്ട് നോക്കി നിൽക്കാൻ സൗമനസ്യം കാണിച്ചല്ലോ, നല്ല കാര്യം. എന്നാൽ അത് സ്വന്തം ഇടവയിലെ കുർബാനയിൽ ചെല്ലുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. സഭാ അധികാരികളോട് ഒരു ചോദ്യം. ഇത്തരത്തിൽ സഭയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഒരു സഭയിൽ പോയി ആരാധന കാര്യങ്ങളിൽ പങ്കെടുത്ത ഇദ്ദേഹത്തിനെതിരെ നിങ്ങൾ എന്ത് നിയമ നടപടി സ്വീകരിക്കും എന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. യാക്കോബായ സഭയിൽ പോയി കൂദാശയിൽ പങ്കെടുക്കുന്നതിൽ തെറ്റു പറയാനാവില്ല. ഞാനും പോകാറുണ്ട്. കാരണം എന്റെ ഇടവകയിലും എന്റെ രൂപതയിലും സഭ നിർദ്ദേശിച്ചതുപോലെയുള്ള ബലിയർപ്പണം സാധ്യതമാകാതെ വന്നാൽ ലത്തീൻ സഭയിലോ മലങ്കര സഭയിലോ ഉള്ള കുർബാനയിൽ പങ്കെടുക്കാൻ സാഹചര്യം അനുവദിക്കാത്ത പക്ഷം അടുത്തുള്ള യാക്കോബായ സഭയിൽ പോയി ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. അത് അനുവദനീയവുമാണ്. എന്നാൽ ഓർത്തഡോക്സ് സഭയുമായി അങ്ങനെ ഒരു ധാരണ ഇപ്പോഴില്ല. അതിലെ ക്രമങ്ങൾക്കൊന്നും വ്യത്യാസങ്ങളില്ലെങ്കിലും അനുവാദമില്ലാത്തത് കൊണ്ട് അത് ചെയ്ത ഈ പുരോഹിതനെതിരെ അല്ലെങ്കിൽ കൂട്ടാളിയായ കുട്ടി വൈദിക വേഷധാരിക്കെതിരെയും എന്ത് നിലപാടുകൾ സ്വീകരിക്കുമെന്ന് വിശ്വാസ സമൂഹത്തിന് ഞാൻ ആഗ്രഹമുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.